തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ എന്ന ഭരണത്തിൽ 100 ദിവസങ്ങൾ പൂർത്തിയാക്കുകയാണ്. വിജയ് എന്ന നേതാവിനുള്ള ജനപ്രീതിയും അഴിമതി വിരുദ്ധ നിലപാടുകളുമാണ് സർക്കാരിന്റെ പ്രധാന കരുത്ത്. അതേസമയം കേവലം റീലിൽ ഒതുങ്ങുന്ന സർക്കാരാണിതെന്ന് ആരോപിച്ച് പ്രധാന പ്രതിപക്ഷമായ DMK രംഗത്തെത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് മുതൽ സിനിമയെ വെല്ലുന്ന ജനപ്രീതിയോടെ തുടങ്ങിയ ഭരണത്തിന് സാധാരണക്കാരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്. സർക്കാർ ഓഫീസുകളിൽ ഇടനിലക്കാരില്ലാതെ ഫയലുകൾ വേഗത്തിൽ നീങ്ങുമെന്ന ഉറപ്പും കൈക്കൂലിയില്ലാത്ത ഭരണ സംവിധാനവും ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞതാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് കൈവരിച്ച ഏറ്റവും വലിയ വഴിത്തിരിവ്. കൈക്കൂലി നൽകാതെ തന്നെ സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ വേഗത്തിൽ നീങ്ങുമെന്ന വിശ്വാസം സാധാരണക്കാർക്ക് നൽകാൻ കഴിഞ്ഞതാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ് നേടിയ പ്രധാനപ്പെട്ട നേട്ടം. തമിഴ്നാടിന്റെ ഭരണ ചരിത്രത്തിൽ ആദ്യമായി സഖ്യകക്ഷികൾക്ക് മന്ത്രിസഭയിൽ ഇടം നൽകുകയും ദളിത് വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാധാന്യം നൽകി സോഷ്യൽ എഞ്ചിനീയറിംഗ് കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്തു. മുൻവിധികളില്ലാത്ത രാഷ്ട്രീയ എതിരാളികളുടെ വീടുകളിലെത്തി ഹൃദ്യമായ സൗഹൃദം പങ്കുവയ്ക്കാനും വിജയ് തയ്യാറായി. ഭരണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ നിയമസഭാ നടപടികൾ ചരിത്രത്തിൽ ആദ്യമായി തത്സമയം സംപ്രേഷണം ചെയ്തു തുടങ്ങിയതോടെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇത് വീട്ടമ്മമാരെയും ജെൻസി തലമുറയെയും വാർത്താ ചാനലുകളുടെ സ്ഥിരം പ്രേക്ഷകരാക്കി മാറ്റി. സംസ്ഥാനത്തെ മദ്യവിതരണ സംവിധാനമായ ടാസ്മാക്കിലെ ശുദ്ധീകരണ നടപടികളും സ്ത്രീ സുരക്ഷ മുൻനിർത്തി രൂപീകരിച്ച സിംഗപ്പൺ ദൗത്യസേനയും സർക്കാരിന്റെ വലിയ ജനപ്രിയ തീരുമാനമായി മാറ്റി നിർത്തപ്പെട്ടു. ആഗോള നിക്ഷേപ സംഗമത്തിലൂടെ 1 ലക്ഷം കോടി രൂപയുടെ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കാനും സ്ത്രീകൾക്കായി പ്രത്യേക ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാനും വിജയ് സർക്കാരിന് സാധിച്ചു. കേവലം താരപദവിയിലുപരി അഴിമതിക്കെതിരെയുള്ള ഉറച്ച നിലപാടും സുതാര്യമായ ഭരണ നടപടികളുമാണ് 100 ദിവസങ്ങൾ പൂർത്തിയാക്കുമ്പോൾ TVK സർക്കാരിന് ഏറ്റവും വലിയ ജനകീയ അടിത്തറ സമ്മാനിച്ചിരിക്കുന്നത്. പ്രധാന പ്രതിപക്ഷമായ DMK സഖ്യത്തെ പിളർത്തി പ്രധാന ഘടകകക്ഷികളെല്ലാം TVK പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതാണ് വിജയ് കൈവരിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി മാറിയത്. DMK സഖ്യത്തിലെ വിള്ളലും ഘടകകക്ഷികളുടെ മാറ്റവും DMK മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളെ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ സാധിച്ചതോടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയമായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന മുന്നണി സമവാക്യങ്ങളെ തകർക്കാൻ ഇതിലൂടെ TVKക്ക് സാധിച്ചു. കൂടാതെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി സഖ്യകക്ഷികൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം നൽകിയതും രാഷ്ട്രീയ എതിരാളികളുടെ വീടുകൾ സന്ദർശിച്ച് സൗഹൃദം പുതുക്കിയതും പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കി. ADMK MLA-മാരെ രാജിവെപ്പിച്ച് ഒപ്പം കൂട്ടിയതും വിജയഭാസ്കറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ സ്വീകരിച്ചതും പ്രതിപക്ഷ നിരയിൽ വീണ്ടും ദുർബലമാക്കി. എന്നാൽ അഴിമതി ആരോപണ വിധേയരായ നേതാക്കൾക്ക് പാർട്ടി സ്വീകാര്യത നൽകിയ നടപടി സർക്കാരിന്റെ അഴിമതി വിരുദ്ധ നിലപാടുകൾക്കുമേൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ടെന്ന സംശയവും സജീവമാണ്. മന്ത്രിമാരുടെ പരിചയക്കുറവാണ് സർക്കാരിന്റെ പ്രധാന വെല്ലുവിളി. എക്സൈസ്, ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ഒഴികെയുള്ള മറ്റ് പുതുമുഖ മന്ത്രിമാർക്കൊന്നും ഭരണത്തിൽ കാര്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ADMK MLA-മാരെ രാജിവെപ്പിച്ചതും അഴിമതി ആരോപണം നേരിട്ട നേതാക്കളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ BJP-യോട് പരസ്യമായ ഏറ്റുമുട്ടലിന് മുതിരാത്ത വിജയുടെ നിലപാടിൽ രാഷ്ട്രീയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. വിജയ് ഒഴിഞ്ഞ തിരുച്ചി ഈസ്റ്റ് ഉൾപ്പെടെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് TVK സർക്കാരിന്റെ ആദ്യത്തെ യഥാർത്ഥ അഗ്നിപരീക്ഷയായിരിക്കും. 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രതിപക്ഷത്തെ ദുർബലമാക്കിയും ജനപ്രിയ പദ്ധതികളിലൂടെയും മുന്നേറുന്ന വിജയ് സർക്കാരിന് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ തുടർന്നുള്ള ചലനങ്ങൾ ഇനി അതനുസരിച്ചായിരിക്കും.